അഴിമതിയും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ ഒരു രാഷ്ട്രീയ ചിത്രം. പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന പവർഫുൾ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഇസ്തിരിയിട്ട് മിനുക്കിയ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് നടന്നു കയറിയ ആ നായകനെ മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ഒരു മന്ത്രിയുടെ മകനായിരുന്നിട്ടും സ്വന്തം അച്ഛന്റെ തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ബി കൃഷ്ണകുമാർ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നായകന്മാരിൽ ഒരാളാണ്. മലയാള സിനിമയിലെ മാസ് രാഷ്ട്രീയ ചിത്രങ്ങളുടെ ചരിത്രത്തിൽ ആ സിംഹഗർജനം മുഴങ്ങിയിട്ട് ഇപ്പോൾ 2 പതിറ്റാണ്ടുകൾ തികയുന്നു. പലപ്പോഴും കോമഡി വേഷങ്ങളിൽ തിളങ്ങിയിരുന്ന ഒരു നടൻ മാസ് ആക്ഷൻ റോളുകളും തനിക്ക് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ച നിമിഷമായിരുന്നു അത്. അധികാരത്തിന്റെ ഗർവുള്ള അച്ഛനോടും അളിയന്മാരോടും നേർക്കുനേർ നിന്ന് ഇത് എന്റെ മണ്ണാണ്, എന്റെ ജനങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന ആ നായകന്റെ വീര്യം ഇന്നും പ്രേക്ഷകരിൽ രോമാഞ്ചം സൃഷ്ടിക്കുന്നു. വെറുമൊരു മസാലപ്പടം എന്നതിലുപരി കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളും വൈകാരികമായ കുടുംബ പശ്ചാത്തലവും ഈ ചിത്രത്തെ ജനപ്രിയമാക്കി മാറ്റി. 2006 റിലീസ് ചെയ്ത ലയൺ എന്ന ചിത്രം ഇന്നും ടെലിവിഷൻ ചാനലുകളിൽ വരുമ്പോൾ റേറ്റിംഗിൽ മുന്നിലെത്തുന്നു എന്നത് അതിന്റെ തിരക്കഥയുടെ മികവാണ് കാണിക്കുന്നത്. ജോഷി എന്ന സംവിധായകന്റെ മാസ് മേക്കിങ്ങും ഉദയകൃഷ്ണ, സിബി കെ തോമസ് കൂട്ടുകെട്ടിന്റെ മൂർച്ചയുള്ള സംഭാഷണങ്ങളും സിനിമയ്ക്ക് ഇന്നും നവോന്മേഷം നൽകുന്നുണ്ട്. അധികാരത്തിന്റെ കസേരകളിലിരുന്ന് ജനങ്ങളെ മറക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ബി കൃഷ്ണകുമാറിനെ പോലെ ഒരു നായകൻ ഇന്നും അനിവാര്യമാണെന്ന് കാലം തെളിയിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും മലയാളിയുടെ മാസ് സിനിമകളുടെ പട്ടികയിൽ ഈ സിംഹഗർജനം മുൻനിരയിൽ തന്നെയുണ്ടാകും. കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുപുറം ബി കൃഷ്ണകുമാർ എന്ന മകൻ തന്റെ അച്ഛന് നൽകുന്ന ഒരു തിരുത്തൽ കൂടിയായിരുന്നു ഈ ചിത്രം. തെറ്റ് ചെയ്യുന്നത് സ്വന്തം അച്ഛനായാലും അത് ചോദ്യം ചെയ്യപ്പെടണമെന്ന ആദർശം കുടുംബ ബന്ധങ്ങളെക്കാൾ വലുത് ജനങ്ങളോടുള്ള നീതിയാണെന്ന് മലയാളിയെ പഠിപ്പിച്ചു. സിരകളിൽ അഗ്നി പടർത്തുന്ന പശ്ചാത്തല സംഗീതത്തിനൊപ്പം കൃഷ്ണകുമാർ നടന്നു നീങ്ങുമ്പോൾ അത് ഒരു നടന്റെ മാത്രം വളർച്ചയായിരുന്നില്ല, മറിച്ച് അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ കൊതിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും പ്രതിഫലനമായിരുന്നു. വാക്കുകളിൽ തറയ്ക്കുന്ന മൂർച്ചയും കണ്ണുകളിൽ ജ്വലിക്കുന്ന പകയും ആ വേഷത്തെ അനശ്വരമാക്കി. അധികാരത്തിന്റെ ചതുരംഗക്കളത്തിൽ കരുനീക്കങ്ങൾ നടത്തുന്ന അച്ഛനെ നിസ്സഹായനാക്കി. ജനമനസ്സുകളിൽ സിംഹാസനം തീർത്ത ആ നായകൻ ഇന്നും ഒരു വികാരമാണ്. ലയൺ വെറുമൊരു സിനിമയല്ല, അത് ചതിയുടെയും അഴിമതിയുടെയും കോട്ടകൾ തകർത്തെറിഞ്ഞ ഒരു പോരാളിയുടെ ഗർജനമായിരുന്നു. തലമുറകൾ മാറിയാലും മലയാളിയുടെ സിനിമാ ബോധത്തിൽ ഒരു പവർഫുൾ ഐക്കണായി ഈ ചിത്രം എന്നും ഉണ്ടാകും.